റബ്ബിൻ്റെ സിഫത്തുകളെ കുറിച്ച് നിഷേധിക്കാൻ ഇവർ രണ്ട് വഴികളാണ് ഉപയോഗിക്കുക. അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ സിഫത്തുകൾ നിഷേധിക്കാൻ രണ്ട് വഴികളാണ് പഴച്ച കക്ഷികൾ ഉപയോഗിക്കുക. ഒന്ന് തഅ്വീൽ, രണ്ടാമത്തേത് തഫ്വീദ്. ഒന്നാമത്തേത് തഅ്വീൽ, രണ്ടാമത്തേത് തഫ്വീദ്. തഅ്വീൽ എന്നാൽ എന്താണ്? തഫ്വീദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് പറയും? അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല എന്ന് പറയും. അള്ളാഹുവിൻ്റെ യദ്, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അവർ പറയും അതെ യദ്, അള്ളാഹുവിന് യദുണ്ട്. പക്ഷെ എന്താ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. അതല്ല, അത് തെറ്റാണ്. മറിച്ച് എന്താണ് നമുക്കറിയാം, അർത്ഥം നമുക്കറിയാം. പക്ഷെ അതിൻ്റെ രൂപം എങ്ങനെയെന്നാണ് നമുക്ക് അറിയാത്തത്. ഞാനത് വിശദീകരിക്കാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് ഇവർ നിഷേധിക്കാൻ ഉപയോഗിക്കുന്നത് തഅ്വീൽ. തഅ്വീൽ എന്താണ്? വ്യാഖ്യാനിക്കുക, വ്യാഖ്യാനങ്ങൾ പറയുക, തെറ്റായ വ്യാഖ്യാനങ്ങൾ പറയുക. അതിൽപ്പെട്ടതാണ് കൈ എന്ന് പറയുമ്പോൾ ഇവർ പറയും ഖുർആനിൽ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞിടത്തൊക്കെ അർത്ഥം എന്താണ്? നിഅമ, ഒന്നുകിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുവ, റബ്ബിൻ്റെ ശക്തി എന്നാണ് അർത്ഥം എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇവർ ഈ പറഞ്ഞ വാദപ്രകാരം ഇങ്ങനെ പറഞ്ഞാലും പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തിക്കൂടെ? കാരണം പടപ്പുകൾക്ക് ശക്തിയില്ലേ? പടപ്പുകൾക്ക് ശക്തിയില്ലേ? പടപ്പുകൾ ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യാറില്ലേ? എന്തുകൊണ്ട് അതും പടപ്പുകളുടെ ഇതുപോലെ ആയിക്കൂടാ? യഥാർത്ഥത്തിൽ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നേർക്ക് നേരെ വന്ന അർത്ഥത്തിൽ നിന്ന് അതല്ലാത്ത ഒരർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം. അതല്ല എങ്കിൽ ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ബാഹിറായ, അതിൻ്റെ പുറമേക്ക് മനസ്സിലാകുന്ന അർത്ഥത്തിനാണ്. കാരണം അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ദുനിയാവും ആഖിറത്തും, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെയും കാര്യം അങ്ങനെ ശരിയാവുകയുള്ളൂ.